ഒളിമ്പിക്സിൽ ഹൈ ജമ്പ് ചാടുന്ന ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ അത്ലറ്റുകളുടെ ബാക്കാണ് ബാറിന് മുകളിലൂടെ ആദ്യം പോവുക. എന്നാൽ പണ്ട് മുതലേ ഈ ഒരു ആക്ഷൻ ആയിരുന്നു എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ രണ്ട് കാലുകളും അപ്രൈറ്റ് ആയിട്ട് ബാറിന് മുകളിലൂടെ പോകുന്ന ടൈപ്പായിരുന്നു ഹൈ ജമ്പിൻ്റെ ആക്ഷൻ ഉണ്ടായിരുന്നത്. 1968 ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിക്കൊണ്ട് ഫോസ്ബറിയാണ് ഈ ഒരു ആക്ഷൻ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കുന്നത്. അപ്പോൾ ഇന്ന് ബാക്ക് ഫസ്റ്റ് ടെക്നീക്ക് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഫോസ്ബറി ഫ്ലോപ്പ് എന്നറിയപ്പെടുന്ന ഈ ഒരു ടെക്നീക്ക് ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഫോസ്ബറിയാണ് വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ബാക്ക് ഫസ്റ്റ് ആയിട്ട് ചാടുന്ന സമയത്ത് ബാറിന് മുകളിലൂടെ പോകുമ്പം ആ അത്ലറ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ബാറിന് താഴെയാണ് വരിക. അതുകൊണ്ട് തന്നെ സെൻറ്റർ ഓഫ് മാസ് ലിഫ്റ്റ് ചെയ്യുന്ന ഹൈറ്റ് കുറവാണ്. ആൻഡ് ആസ് എ റിസൾട്ട് എന്താണ്, ചെറിയ എഫേർട്ട് കൊണ്ട് നമുക്ക് വലിയൊരു ഹൈറ്റ് ചാടി കിടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത ആൾ ഫോസ്ബറിയാണ്. അന്നൊക്കെ എല്ലാവരും അദ്ദേഹത്തെ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഗോൾഡ് മെഡൽ വിൻ ചെയ്തതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി ഇതാണ് ആക്ച്വൽ ടെക്നിക്ക് എന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഇൻട്രസ്റ്റിംഗ് ഫിസിക്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?